ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ പ്രപഞ്ചം ത്രിഗുണാത്മകമാണ്. ഗുണങ്ങളെ വിട്ടുകൊണ്ട് ഈ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല. എന്നാൽ നാം ഓരോരുത്തരും ഈ ഗുണത്തിന് വിധേയമാകുന്ന കാലം വരെ ഗുണാതീതനായിരിക്കുന്ന ഈശ്വരനെ അറിയാനും സാധിക്കുകയില്ല. ദൈവത്തിലേക്കുള്ള മാർഗം തുറന്ന് കാണിക്കുന്നതാണ് സത്വഗുണം. ആ സത്വഗുണത്തെ അവലംബിക്കുക, എന്നാൽ നാം എത്തിച്ചേരുന്നത് നിർഗുണത്തിലായിരിക്കും. നിർഗുണമെന്നാൽ ഈ മൂന്ന് ഗുണങ്ങൾക്കും അതീതമായ അവസ്ഥ. ആ അവസ്ഥയിലേക്ക് എത്തുക എന്നതാണ് മാനവ ജന്മത്തിൻ്റെ പരമമായ ഉദ്ദേശവും. അതിനാൽ നിർഗുണൻ്റെ ലക്ഷണങ്ങൾ, സാത്വികൻ്റെ ലക്ഷണങ്ങൾ, സാത്വികമായ ഗുണത്തിലെത്തിയാൽ മാത്രമേ നിർഗുണാവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നിർഗുണൻ മറ്റു സർവം വിട്ടെന്നെത്താനാശ്രയിപ്പവൻ വേദാന്തങ്ങളിലും മറ്റും ഉളവാം ശ്രദ്ധ സാത്വികം. നിർഗുണൻ മറ്റു സർവം വിട്ടെന്നെത്താനാശ്രയിപ്പവൻ. ഈശ്വരനെ മാത്രം ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ് ത്രിഗുണാതീതൻ ആയത്. അവർക്ക് സത്വഗുണത്തിനെയും അവർ അതിക്രമിച്ചിരിക്കുന്നു. തമോ ഗുണത്തിനെ അതിക്രമിക്കുമ്പോൾ രജസ്സിലേക്കും, സത്വഗുണത്തെ ആശ്രയിക്കുമ്പോൾ രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്കും, സത്വഗുണത്തിൽ നിന്ന് ഗുണാതീതനായ ഈശ്വരനിലേക്കും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അതാണ് ഏറ്റവും പരമപ്രധാനമായ ജന്മ ഏക ലക്ഷ്യം. അതിനാൽ നിർഗുണൻ മറ്റു സർവവും, നിർഗുണൻ മറ്റെല്ലാം വിട്ട് എന്നെത്താനാശ്രയിപ്പവൻ, ഭഗവാനെ തന്നെ ആശ്രയിക്കുന്നതാണ് നിർഗുണൻ. നിർഗുണൻ എന്നാൽ ഒരു ഗുണവും ഇല്ലാത്തത് എന്നല്ല അർത്ഥം. എല്ലാ ഗുണങ്ങളും അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഈ ഗുണത്തിൻ്റെ സ്വഭാവങ്ങൾ ഒന്നും തന്നെ നിർഗുണത്തിൽ ഇല്ലാതാനും. എന്നാൽ അവിടെ ആനന്ദവും അഭയവും അറിവും അവിടെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നതാണ് നിർഗുണാവസ്ഥയിൽ. ആ നിർഗുണാവസ്ഥയിൽ നിന്നാണ് സത്വ രജ സമോ ഗുണങ്ങൾ മൂന്നും ഉണ്ടായത്. ഈ മൂന്നുമാണ് ഓരോ മനുഷ്യനെയും ഈ ലോകവുമായി ബന്ധിപ്പിക്കുന്നത്. ലോകവുമായി ബന്ധിപ്പിക്കാൻ കാരണം ഈ ലോകം മുഴുവൻ ഈ ത്രിഗുണാത്മകമാണ്. ഗുണങ്ങളോടാണ് ഏകീകരിക്കുന്നത്. എന്നാൽ ഗുണങ്ങളെ വിട്ടാൽ മാത്രമേ നമുക്ക് ഗുണങ്ങൾക്കതീതനായിരിക്കുന്ന സർവേശ്വരനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം തമോ ഗുണത്തെ ഇല്ലാതാക്കാൻ രജോ ഗുണം വളർത്തുകയും രജോ ഗുണത്തെ ഇല്ലാതെയാക്കാൻ നാം സത്വഗുണത്തെ വളർത്തുകയും ചെയ്യണം. സത്വഗുണം വളർന്നു കഴിഞ്ഞാൽ നിർഗുണാവസ്ഥയിലേക്ക് നാം എത്തിച്ചേരുന്നു. അങ്ങനെ നിർഗുണമായ അവസ്ഥയിലെത്തിയാൽ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും നിഷ്ക്രിയരായി സത്വഗുണം നമ്മെ എപ്പോഴും സേവിച്ചു കൊണ്ടിരിക്കുന്നു. സത്വഗുണം നമ്മെ ഉടമയിലേക്ക് എത്തിക്കുന്നു, ഒരിക്കലും അടിമയാക്കുകയില്ല. തമോ ഗുണവും രജോ ഗുണവും നമ്മെ വിഷയങ്ങളുടെ അടിമയാക്കി തീർക്കുന്നു. സത്വഗുണമാകട്ടെ ഈശ്വരനിലേക്ക് നമ്മെ എത്തിക്കുന്നു. അവിടെ സ്വതന്ത്രമായ അവസ്ഥയാണുള്ളത്. എന്നാൽ പരമമായ ഈശ്വരത്വം അനുഭവമാകുമ്പോൾ നമ്മൾ സത്വഗുണത്തെയും അതിക്രമിച്ച് ഗുണാതീതമായ അവസ്ഥയിൽ എത്തിച്ചേരുന്നു. അതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ
പരമമായ ലക്ഷ്യം. അതിനാൽ നിർഗുണൻ മറ്റു സർവം വിട്ടെന്നെത്താനാശ്രയിപ്പവൻ. ഈ ലോകത്തിലെ ഒരു ഭോഗവസ്തുക്കളും ആശയില്ല നിർഗുണനായ ഒരാൾക്ക്. അയാൾ ഭഗവാനെ സർവേശ്വരനെ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. നിർഗുണൻ മറ്റു സർവം വിട്ടെന്നെത്താനാശ്രയിപ്പവൻ വേദാന്തങ്ങളിലും മറ്റും ഉളവാം ശ്രദ്ധ സാത്വികം. വേദാന്തങ്ങളിലും അതുപോലെ ആത്മീയ ശാസ്ത്രങ്ങളിലും ഒക്കെ ഉണ്ടാകുന്ന ശ്രദ്ധയാണ് സത്വഗുണം നിറഞ്ഞത് എന്ന് പറയുന്നത്. സത്വഗുണം നമ്മെ ആ പരമ സ്വാതന്ത്ര്യാവസ്ഥയിലേക്ക് എത്തിക്കുന്നതാണ്. നമ്മുടെ ജീവിതം ഈ ഗുണങ്ങളാൽ കട്ടപ്പെട്ട് ഗുണങ്ങളുടെ പിടിയിൽപ്പെട്ട് നിത്യ ദുഃഖവും നരകവും അനുഭവിക്കുന്നു. അതിൽ അല്പം സുഖത്തെ തരുന്നത് സത്വഗുണം മാത്രമാണ്. സത്വഗുണം സുഖത്തിനുള്ള ആഗ്രഹത്തെ വളർത്തുന്നു, സുഖത്തെ തരുന്നു. പക്ഷേ ഈ സുഖത്തെ വിടാനുള്ള മനസ്സില്ലാത്തതിനാൽ നാം സുഖത്തിൽ ആസക്തരായി പോകുന്നു. ഈ തുച്ഛമായ വിഷയ സുഖങ്ങളെ കൂടി ഉപേക്ഷിക്കുമ്പോൾ മാത്രമാണ് പരമമായ സുഖത്തിൻ്റെ ഉടമയായി നാം ഭവിക്കുന്നത്. ആ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നാം പരിപൂർണ സ്വതന്ത്രരാകുന്നത്. നിർഗുണൻ മറ്റു സർവം വിട്ടെന്നെത്താനാശ്രയിപ്പവൻ വേദാന്തങ്ങളിലും മറ്റും ഉളവാം ശ്രദ്ധ സാത്വികം.